എറണാകുളം മറൈൻ ഡ്രൈവിലെ കായലിൽ ഭ്രൂണം കണ്ടെത്തി. സെൻട്രൽ പോലീസ് എത്തി ഭ്രൂണം കരയ്ക്ക് കയറ്റി ഭ്രൂണം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, എന്താണ് ഈ മട്ടിൽ ഭ്രൂണം കായലിൽ കാണാൻ ഇടയാക്കിയ സംഭവം? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കാനുള്ളത്? ക്രിസ്ത്യന, അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. മറൈൻ ഡ്രൈവിലെ പാലത്തിനൊക്കെ സമീപത്താണ് കായലിലൂടെ ഭ്രൂണമല്ല, നവജാത ശിശുവാണ് എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. പൊക്കിൾക്കുടി അടക്കമുണ്ട്, മുഖവും മനസ്സിലാകുന്നുണ്ട്. നവജാത ശിശു എന്നാണ് മനസ്സിലാകുന്നത്. ഈ കായലിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇതിന് സമീപത്തുള്ള ഇവിടെ ഉണ്ടായിരുന്ന 2 പേർ ഇത് കണ്ട് പോലീസിന് വിവരം അറിയിച്ചത്. പോലീസ് എത്തിയിട്ടുണ്ട്. സെൻട്രൽ പോലീസ് SHO അടക്കം അനീഷ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വിശദമായി പരിശോധിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് വന്നു, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയും ഇതുവരെ വന്നിട്ടില്ല. അതിലൊരു വിശദമായ പരിശോധനയും അന്വേഷണവും ഒക്കെ ആവശ്യമാണ്. ഇത് ഏത് ഭാഗത്തുനിന്ന് വന്നു എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. വിശാലമായ കായലാണ്. അതുകൊണ്ട് ഈ കായലിന് സമീപമൊക്കെ കേന്ദ്രീകരിച്ചൊക്കെ ആയിരിക്കും ഒരു അന്വേഷണം നടത്തുക എന്നാണ് മനസ്സിലാവുന്നത്. നിലവിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റാനുള്ള ഈ നവജാത ശിശുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. ഒരു അല്പസമയത്തിനകം തന്നെ പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം നടക്കും. അതിനകത്തായിരിക്കും എന്താണ് കാരണം, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും. ഒരു 3 ദിവസം മാത്രം പ്രായം എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന വിവരം. അതിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മറ്റ് ദുരൂഹതകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് വിശദമായ അന്വേഷണത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ വിവരം ലഭ്യമാകുകയുള്ളൂ. അടിയന്തരമായി ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഉടൻ സ്വീകരിക്കുക. ഈ സ്ഥലം കൃത്യമായി പറഞ്ഞാൽ ഇതിപ്പോൾ ഒഴുകി വന്നതാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ 2 മഴവിൽ പാലങ്ങൾക്കും നടുവിലായി, അതായത് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെയൊക്കെ തൊട്ട് പുറകിലായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ വെച്ചാണ് ഇത് ഒഴുകി വരുന്നതായി ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പൊക്കിൾക്കുടിയൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ തന്നെ ഒരു 3 ദിവസത്തെ പ്രായമൊക്കെയാണ് നിലവിൽ പ്രാഥമികമായൊരു നോട്ടത്തിൽ പോലീസുകാർക്ക് മനസ്സിലായിട്ടുള്ളത്. അതിനിപ്പോൾ വിശദമായ പരിശോധനയൊക്കെ നടത്തേണ്ടി വരും. അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. ഇപ്പോൾ സെൻട്രൽ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. SHO അടക്കമുള്ള ആളുകൾ, SI അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവരുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും അന്വേഷണം അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. ക്രിസ്റ്റീന. വിഷ്ണു, ഇത് ഭ്രൂണമല്ല, ഒരു 3 ദിവസം പ്രായമുള്ള നവജാത ശിശു എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? അതായത് ഇത് പ്രസവശേഷം ഉപേക്ഷിച്ച ഒരു കുഞ്ഞിന്റെ മൃതദേഹം എന്നാണോ നമുക്കിപ്പോൾ ഉറപ്പിക്കാനാവുന്നത്? നവജാത ശിശു എന്നാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ആളുകളുമായി സംസാരിക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. പൊക്കിൾക്കുടിയുണ്ട്, അത് പൊക്കിൾക്കുടി മുറിച്ച നിലയിലാണ്. ബാക്കി മുഖം വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നവജാത ശിശു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിന് ആദ്യഘട്ടത്തിൽ അതൊരു ഭ്രൂണം ആയിരിക്കാം എന്ന തരത്തിലൊക്കെയാണ് അനാലിസിസ് ചെയ്തത്. കാരണം വെള്ളത്തിലായിരുന്നു കടന്നിരുന്നത്. പിന്നീട് കരക്ക് കയറ്റിയ ഘട്ടത്തിലാണ് ഇതൊരു നവജാത ശിശുവിൻ്റെ മൃതദേഹം എന്ന രീതിയിലേക്ക് പോലീസ് എത്തിയത്. ഇതിൻ്റെ ദിവസം എത്ര ദിവസം പ്രായമുണ്ട് അല്ലെങ്കിൽ എത്ര ദിവസം ഉണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടില്ല. 3 ദിവസം ആണെന്ന് തോന്നിക്കുന്നു. അതല്ല എങ്കിൽ ഇനിയിപ്പോൾ 2-3 ദിവസം മുമ്പ് കായലിൽ ഉപേക്ഷിക്കപ്പെട്ടതാണോ അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇതിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പരിശോധിക്കാനുണ്ട്. അതിലൊരു ഈ പോസ്റ്റ്മോർട്ടവും അതോടൊപ്പം തന്നെ ഈ ബാക്കി നടപടികളൊക്കെ പൂർത്തിയാകുമ്പോഴായിരിക്കും ഇതിലൊരു ചിത്രം വരിക. എത്ര പ്രായമുണ്ട്, എത്ര ദിവസത്തെ പഴക്കമുണ്ട്, ആ കാര്യങ്ങളിലൊക്കെ. അതിനുശേഷം തുടർന്ന് അന്വേഷണത്തിലേക്ക് കടക്കും. ഇത് എവിടെ നിന്നാണ്, ആരുടേതാണ് എന്ന് അറിയേണ്ടതുണ്ട്. ആ കാര്യങ്ങളിലേക്ക് കടക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആയിരിക്കും. ക്രിസ്റ്റീന. വിഷ്ണു പറയുന്നതനുസരിച്ച് ഈ 2 മഴവിൽ പാലങ്ങളുടെയും ഇടയിലായി കണ്ടെത്തിയ ഈ ഒരു നവജാത ശിശുവിൻ്റെ മൃതദേഹം, അത് ഈ പറയുന്നത് പോലെ മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരെങ്കിലും ഉപേക്ഷിച്ചതാകാൻ ഒരു സാധ്യതയുണ്ട്. ഈ പോലീസുമായി ബന്ധപ്പെടാനായിട്ടുണ്ടോ? ഈ ഒരു മൃതദേഹം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊരു സാധ്യതയാണ് പോലീസുകാർ പറയുന്നത് ഇപ്പോൾ?
ക്രിസ്റ്റീന, മൃതദേഹം മാറ്റിയിട്ടില്ല. നിലവിൽ അത് കായലിൽ നിന്ന് കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കായലിനോട് ചേർന്നുള്ള പ്രദേശത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ, പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം ഇവിടെ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും എന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം. നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ ഈ ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നടപടിയിലാണ്. അതിനുശേഷം മാത്രമേ അവരിൽ നിന്ന് കൃത്യമായ വിവരം ലഭ്യമാവുകയുള്ളൂ. പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് അവർക്കും ഉള്ളത്. കായലിലേക്ക് ഇത്തരത്തിലൊരു നവജാത ശിശുവിൻ്റെ മൃതദേഹം കാണുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ വിവരം പോലീസിനെ വിളിച്ചറിയിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ സെൻട്രൽ പോലീസിൻ്റെ ടീം ഇവിടെ എത്തി ആ മൃതദേഹം കരയിലേക്ക് കയറ്റി. അതിനുശേഷമുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെ നിന്ന് വന്നു, ആരുടേതാണ്, ആരുടെ കുട്ടിയാണ് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരണമെങ്കിൽ ഒരുപാട് അന്വേഷണ പ്രോസസ്സിലേക്കൊക്കെ പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ഈ മൃതദേഹം കിട്ടി അത് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായൊരു അന്വേഷണം ഈ വിഷയത്തിലുണ്ടാകും എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. കാരണം 3 ദിവസം പ്രായം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ആരെങ്കിലും ഉപേക്ഷിച്ചതാകാനുള്ള സാധ്യതയാണ് കൂടുതലായുള്ളത്. അതുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്കൊക്കെ പോലീസിന് പോകേണ്ടി വരും. നിലവിൽ പക്ഷേ ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് ഇത് ഇവിടെ നിന്ന് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുക. അതിനുശേഷമായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ സൈഡിലേക്കൊക്കെ പോലീസ് കടക്കുക എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം മറൈൻ ഡ്രൈവിൽ കായലിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. ദുരൂഹമായ സാഹചര്യമാണ്. ഈ ശിശു ആരുടേതാണോ, ഉപേക്ഷിച്ചതാണോ, അതിനടുത്ത് തന്നെയാണോ, അതോ മറ്റെവിടെ നിന്നെങ്കിലും ഒഴുകി വന്നതാണോ, ഇതടക്കമുള്ള കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ മരണകാരണം അറിയാൻ പോസ്റ്റ്മോർട്ടവും നടക്കേണ്ടതായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.